ഏവർക്കും അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം. 8ാം ക്ലാസ് അടിസ്ഥാന പാഠാവലി 1-ാമത്തെ അധ്യായമായ കുരുവിയും കാട്ടുതീയും എന്ന കഥയ്ക്കു ശേഷം ഡോക്ടർ സലീം അലിയുടെ കിളിമൊഴി പക്ഷികൾക്ക് വേണ്ടി 35 ഭാഷണങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം നൽകിയിട്ടുള്ളതായി കാണാം. കിളിമൊഴി എന്നാണ് ആ ഭാഗത്തിനു നൽകിയിരിക്കുന്ന തലക്കെട്ട്. ഈ വിവരണത്തിൽ എങ്ങനെയാണ് നാം ഒരു കിളിയെ നിരീക്ഷിക്കേണ്ടത് എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷി നിരീക്ഷണം എങ്ങനെ ഫലപ്രദമായി ചെയ്യാം എന്നതും സലിം അലി വിവരിക്കുന്നുണ്ട്. പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം. കിളിമൊഴി. എങ്ങനെ വേണം പക്ഷി നിരീക്ഷണം തുടങ്ങാൻ എന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട്. പക്ഷി നിരീക്ഷണം ആരംഭിക്കാനുള്ള ഏതാനും നിർദ്ദേശങ്ങൾ അഥവാ ടിപ്പുകൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു വിചിത്ര പക്ഷിയെ കണ്ടുമുട്ടി എന്നിരിക്കട്ടെ. അവിടെ വെച്ച് തന്നെ പക്ഷിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിൽ അതിൻ്റെ ഒരു വിവരണം വളരെ വിശദമായി എഴുതണം. പക്ഷിയുടെ വലിപ്പം, വർണ്ണങ്ങൾ, രൂപസവിശേഷതകൾ അഥവാ പാറ്റേൺസ്, വ്യത്യസ്ത ശരീരഭാഗങ്ങളുടെ താരതമ്യ നീളം, കണ്ണിൻ്റെയും കൊക്കിൻ്റെയും കാലുകളുടെയും നിറം എന്നിവയൊക്കെ കുറിച്ചു വെച്ചാൽ അത് പക്ഷിയെ തിരിച്ചറിയാൻ സഹായകമാകും. പക്ഷി നിലത്തായിരുന്നോ അതോ മരക്കൊമ്പിലായിരുന്നോ ഇരുന്നിരുന്നത്, ഒറ്റയ്ക്കായിരുന്നോ കൂട്ടമായിട്ടാണോ കണ്ടത് എന്നീ കാര്യങ്ങളും വളരെ പ്രധാനമാണ്. നിങ്ങളുടെ വിവരണം എത്ര കണ്ട് വിശദവും കൃത്യവും ആകുന്നുവോ അത്ര കണ്ട് ശരിയാവും പക്ഷിയുടെ തിരിച്ചറിയൽ. ഏതൊരു പക്ഷിയെയും നിരീക്ഷിക്കുമ്പോൾ അത് ജീവിക്കുന്ന ആവാസവും ആ സമയത്ത് അത് എന്ത് ചെയ്യുകയായിരുന്നു എന്നതും വളരെ പ്രധാനമാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ആ പക്ഷി ഏതായിരിക്കുമെന്ന് കണ്ടെത്താനുള്ള സാധ്യതകളുടെ പരിധി ചുരുക്കാൻ ഈ വിവരങ്ങൾ സഹായിക്കും. ഉദാഹരണത്തിന്, ഒരു പക്ഷിയുടെ നിറം കറുപ്പാണ് എന്നും അത് ബലിക്കാക്കയേക്കാൾ ലേശം വലുതാണ് എന്നും അതിൻ്റെ കൊക്ക് കൂർത്തതാണെന്നും ആരെങ്കിലും പറഞ്ഞു എന്നിരിക്കട്ടെ. ഈ പക്ഷികൾ കൂട്ടമായി ഒരു കുളത്തിനു നടുവിലെ പട്ടമരത്തിൽ ചിറകു വിരിച്ചിരുന്ന് വെയിൽ കായുകയായിരുന്നു എന്നും അവർ വിവരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയാക്കാം അതൊരു കാക്കയല്ല എന്ന്. ഈ പക്ഷി പറന്ന് ജലാശയത്തിനു മേൽ വന്നിറങ്ങി എന്നും കൂടി അറിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയാക്കാം അതൊരു നീർക്കാക്കയാണ് എന്ന്. ഒരു പ്രദേശത്തെ പക്ഷികളെക്കുറിച്ച് നല്ല വിവരമുള്ള ഒരാളുടെ കൂടെ അയാൾ വിദഗ്ധനാവണം എന്നൊന്നുമില്ല. പക്ഷികളെ അന്വേഷിച്ചിറങ്ങുക എന്നതാണ് പക്ഷികളെ തിരിച്ചറിയാൻ പഠിക്കാനുള്ള ഏറ്റവും മികച്ച വഴി. വളരെ സൂക്ഷ്മവും ആത്മാർത്ഥവുമായ ശ്രദ്ധയോടെ വേണം പക്ഷികളെ കൃത്യമായി പേരറിഞ്ഞ് തിരിച്ചറിയാനും വർഗീകരിക്കാനും. എങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കുന്ന വിവരത്തിന് ശാസ്ത്രീയമായ മൂല്യമുണ്ടാവൂ. കിളിമൊഴി പക്ഷികൾക്ക് വേണ്ടി 35 ഭാഷണങ്ങൾ. ഡോക്ടർ സലിം അലി. പരിഭാഷ എസ് ശാന്തി. ഇവിടെ പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലിം അലി പക്ഷി നിരീക്ഷണത്തിലേക്ക് തിരിയാൻ താല്പര്യമുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെതായ ചില നിർദ്ദേശങ്ങൾ, ടിപ്പുകൾ പറഞ്ഞു തരികയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളൊരു പക്ഷി നിരീക്ഷകനോ പക്ഷി നിരീക്ഷകയോ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ആദ്യമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. എന്തൊക്കെയാണത്? 1. ഒരു പക്ഷിയെ ആദ്യമായി കാണുകയാണെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായി എഴുതി വയ്ക്കാൻ നാം ശ്രമിക്കണം. അതിൻ്റെ നിറം, അതിൻ്റെ ആകൃതി, അതിൻ്റെ ഓരോ അവയവങ്ങളുടെയും പ്രത്യേകത ഇതൊക്കെ നാം കുറിച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വിദഗ്ധരായ ആൾക്കാരോട് ചോദിച്ചോ അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ നിന്ന് വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടോ അന്വേഷിച്ചുകൊണ്ടോ അതേതു തരം പക്ഷിയായിരുന്നു എന്ന് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ ഒരു പ്രദേശത്തെ സ്ഥിരം താമസക്കാരനായ ഒരു വ്യക്തിയുമായി നടക്കാനിറങ്ങുകയോ അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി പക്ഷികളെ നിരീക്ഷിക്കാനോ തീരുമാനിക്കുകയാണെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ഫലപ്രദമായ ഒരു പക്ഷി നിരീക്ഷണം സാധ്യമാകും. അത് എങ്ങനെ എന്ന് ചോദിച്ചാൽ, ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കുന്ന വ്യക്തിക്ക് അവിടെ ഏതുതരം പക്ഷികളും മൃഗങ്ങളും ചെടികളും മരങ്ങളും ഒക്കെയാണ് വളരുന്നത് എന്ന് അറിയാമായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു പക്ഷിയുടെ നിറം, അതിൻ്റെ രൂപം, ആകൃതി, അതിൻ്റെ ശരീരത്തിൽ നിങ്ങൾ കണ്ട പ്രത്യേകതകൾ എന്നിവ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് തൻ്റെ പ്രദേശത്ത് കാണുന്ന ഈ പ്രത്യേകതകളെല്ലാമുള്ള ആ പക്ഷി ഏതാണെന്ന് ഓർമ്മയിൽ നിന്ന് അല്ലെങ്കിൽ അനുഭവത്തിൽ നിന്ന് ഓർത്തെടുത്ത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ പക്ഷി നിരീക്ഷണത്തിനായുള്ള 1-2 മാർഗങ്ങളാണ് നമുക്ക് ഈ ഒരു ചെറിയ വിവരണത്തിനകത്ത് നിന്ന് ലഭിക്കുന്നത്. ഇതിലൂടെ ഫലപ്രദമായ ഒരു പക്ഷി നിരീക്ഷണത്തിന് നമുക്ക് തുടക്കമിടാൻ സാധിക്കും. താല്പര്യമുള്ള കൂട്ടുകാർ ഈ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പക്ഷി നിരീക്ഷണത്തിലേക്ക് തിരിയേണ്ടതാണ്. നമുക്കിനി ഈ വിവരണവുമായി ബന്ധപ്പെട്ട പാഠഭാഗ പ്രവർത്തനത്തിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക, ഈ പാഠഭാഗ പ്രവർത്തനവും അതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള
ഉത്തരമാതൃകയും കൂട്ടുകാർ കാണുകയും എഴുതിയെടുത്ത് പഠിക്കുകയും ചെയ്യുക. ഈ മാതൃക മുൻനിർത്തി നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങളും ഉത്തരങ്ങളും രൂപീകരിക്കാവുന്നതുമാണ്. അടിസ്ഥാന പാഠാവലി 1-ാമത്തെ യൂണിറ്റിലെ അടുത്ത അധ്യായത്തിൻ്റെ പേര് കൊച്ചു ദേവദാരു എന്നാണ്. ഇത് സെർഗേയ് മിഹൽക്കോഫ് എന്ന എഴുത്തുകാരൻ്റെ ശിശിരത്തിലെ ഓക്കുമരം എന്ന റഷ്യൻ കഥാസമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ വിവർത്തനം നിർവഹിച്ചിരിക്കുന്നത് സി തങ്കമാണ്. അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി പറയുകയാണ്. വിവർത്തനം എന്നാൽ ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് കഥ, കവിത, നോവൽ എന്നിവ മാറ്റി എഴുതുന്നതാണ്. ഇതൊരു റഷ്യൻ കഥയാണ്. സ്വാഭാവികമായും റഷ്യൻ ഭാഷയിലായിരിക്കണം ഇത് എഴുതിയിട്ടുണ്ടാവുക. അതിനെ മലയാള ഭാഷയിലേക്ക് മാറ്റി എഴുതിയയാളാണ് സി തങ്കം. ആ പ്രവൃത്തിയെ പറയുന്ന പേരാണ് വിവർത്തനം. കഥ വായിക്കുകയാണ്. കൂട്ടുകാർ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. കഥയുടെ ആമുഖമായി 2 വരികൾ നൽകിയിട്ടുണ്ട്. നോക്കാം. കനിവിനുറവയാം ഭൂമിക്ക് കാവലായി നാം എന്നും ഉണ്ടാവണം. വിട്ടുവാൻ ഓങ്ങിടും കൈകളോടരുതെന്ന് ചൊല്ലുവാൻ ശീലിക്കണം. എന്താണ്? കനിവിനുറവയാം ഭൂമിക്ക് കാവലായി നാം എന്നും ഉണ്ടാവണം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? പ്രകൃതി അല്ലെങ്കിൽ ഭൂമി ഇവിടെ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കുമായുള്ള വിഭവങ്ങൾ കാത്തു സൂക്ഷിച്ചിരിക്കുന്നു. ആഹാരം, വെള്ളം, വായു ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത് പ്രകൃതിയിൽ നിന്നാണ്. മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഭൂമി ഒരുക്കി വച്ചിരിക്കുന്നു. എല്ലാ വിഭവങ്ങളും ഭൂമി ഒരുക്കി വച്ചിരിക്കുന്നു. എന്നാൽ മനുഷ്യൻ പ്രകൃതിയോട് അത്തരത്തിലുള്ള ഒരു കനിവ് കാണിക്കുന്നില്ല. അവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മരങ്ങൾ വെട്ടിമുറിക്കുകയും മണ്ണിടിക്കുകയും പാറകൾ പൊട്ടിച്ച് പ്രകൃതിയെ നശിപ്പിക്കാനുള്ള തുരങ്കങ്ങൾ വയ്ക്കുകയും ചെയ്യുന്നു. നമ്മോട് കനിവോടുകൂടിയും സ്നേഹത്തോടുകൂടിയും പെരുമാറുന്ന, പരിപാലിക്കുന്ന ഭൂമിയെ പരിപാലിക്കേണ്ടുന്ന ഉത്തരവാദിത്തം നമുക്കുമുണ്ടെന്നാണ് എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത്. വെട്ടുവാൻ ഓങ്ങിടും കൈകളോടരുതെന്ന് ചൊല്ലുവാൻ ശീലിക്കണം. നമുക്ക് തണൽ വിരിക്കുന്ന, ശുദ്ധവായു നൽകുന്ന മരങ്ങളെ മുറിക്കുവാൻ ആരെങ്കിലും ഒരുങ്ങുകയാണെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുമ്പോൾ തന്നെ നാം അത് അരുത് എന്ന് പറയാൻ ശീലിക്കണം. മരങ്ങളില്ലാതായാൽ നമുക്ക് ശുദ്ധവായു ലഭിക്കുകയില്ല. സ്വസ്ഥവും സമാധാനപരവും ആരോഗ്യപരവുമായ ഒരു ജീവിതം നയിക്കുന്നതിന് പ്രകൃതി ഇങ്ങനെ തന്നെ നിലനിർത്തപ്പെടേണ്ടതുണ്ട്. കൊച്ചു ദേവദാരു എന്ന കഥ വായിക്കുന്നു. കൊച്ചു ദേവദാരു എന്ന കഥയിലേക്ക് പ്രവേശിക്കാം. കൊച്ചു ദേവദാരു. വനപാലകന്റെ വീടിന് മുൻപിലുള്ള തുറന്ന പ്രദേശത്ത് ദേവദാരു വൃക്ഷത്തിന്റെ ഒരു കൊച്ചു തൈ വളർന്നിരുന്നു. അടുത്തുള്ള കാട്ടിലെ വൻ പൈൻ മരങ്ങളും ദേവദാരു വൃക്ഷങ്ങളും അതിനെ വാത്സല്യത്തോടെ നോക്കിയിരുന്നു. ഈ കൊച്ചു ദേവദാരുവിന് അത്ര അഴകുണ്ടായിരുന്നു. അതിൻ്റെ പ്രായത്തിലുള്ള മറ്റു വൃക്ഷത്തൈകളെ പോലെ അതും വളർന്നു. വേനലിലെ മഴയിൽ കുളിച്ചും ഹേമന്തത്തിലെ മഞ്ഞുകൊണ്ട് പുതച്ചും വസന്തത്തിലെ ഊഷ്മളമായ സൂര്യവെളിച്ചത്തിൽ അത് വെയിൽ കാഞ്ഞിരുന്നു. കൊടുങ്കാറ്റും ഇടിമിന്നലും വരുമ്പോൾ അത് വിറയ്ക്കുകയും ചെയ്തിരുന്നു. അതിനു ചുറ്റും കാട്ടിലെ ജീവിതം അവിരാമം തുടർന്നുകൊണ്ടേയിരുന്നു. എലികൾ അതിൻ്റെ ചുവട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു. പലതരത്തിലുള്ള ഷഡ്പദങ്ങൾ അതിൻ്റെ അരികിൽ ജീവിച്ചു വന്നു. വെയിലുള്ളപ്പോൾ ഭംഗിയുള്ള ചിത്രശലഭങ്ങൾ അതിൻ്റെ ചില്ലകൾക്കിടയിൽ പാറിക്കളിച്ചു. രാവിലെയും വൈകുന്നേരവും പക്ഷികൾ അതിനെ ചുറ്റിപ്പറന്നു. ഒരു ദിവസം കൊച്ചു ദേവദാരു ശരിക്കും ജീവനുള്ള ഒരു മുയലിനെ കാണുകയും അതുമായി പരിചയപ്പെടുകയും ചെയ്തു. ആ തുറന്ന പ്രദേശത്ത് ഒറ്റയ്ക്കാണ് ദേവദാരു വളർന്നത് എങ്കിലും അതിന് ഒരിക്കലും ഏകാന്തത അനുഭവപ്പെട്ടില്ല.
പക്ഷേ ഒരു ദിവസം ഇവിടെ നിന്നോ ഒരു മാക്പൈ പറന്നു വന്ന് ആ കൊച്ചുമരത്തിന്റെ ചില്ലയിലിരുന്ന് മുമ്പോട്ടും പിറകോട്ടും ആടാൻ തുടങ്ങി. കൊച്ചു ദേവദാരു വിനയത്തോടെ മാക്പൈയോട് പറഞ്ഞു, ദയവായി എൻ്റെ ചില്ലകളിൽ ഇരുന്ന് ആടരുത്, അത് ഒടിഞ്ഞു പോകും. മാക്പൈ മര്യാദയില്ലാതെ മറുപടി പറഞ്ഞു, അല്ലെങ്കിലും ഈ ചില്ലകൾ കൊണ്ട് നിനക്ക് എന്തു പ്രയോജനം? എന്തായാലും പുതുവർഷം വരുമ്പോൾ ആരെങ്കിലും നിന്റെ തലപ്പ് മുഴുവൻ വെട്ടിക്കൊണ്ടു പോകും, തീർച്ച. എന്റെ തലപ്പ് ആര് വെട്ടിക്കൊണ്ടു പോകും? എന്തിനു വേണ്ടി? ദേവദാരു മൃദുസ്വരത്തിൽ ചോദിച്ചു. നിന്നെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും? മാക്പൈ പറഞ്ഞു. നിനക്കറിഞ്ഞുകൂടെ, പുതുവർഷം വരുമ്പോൾ ആളുകൾ കാട്ടിൽ വരും, നിന്നെപ്പോലെയുള്ള മരങ്ങൾ വെട്ടിക്കൊണ്ടു പോകാൻ. നീയാണെങ്കിൽ എല്ലാവർക്കും കാണത്തക്ക തുറന്ന സ്ഥലത്താണ് നിൽക്കുന്നതും. ഞാനിവിടെ കുറേ വർഷങ്ങളായി പാർക്കുന്നു. ഇതുവരെ എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ലല്ലോ. ആ കൊച്ചുമരം തർക്കിക്കാൻ ഒരു വിഫല ശ്രമം നടത്തി. ശരി, നോക്കിക്കോളൂ. ഈ വർഷം ആളുകൾ തീർച്ചയായും നിന്റെ തലപ്പ് വെട്ടിക്കൊണ്ടു പോകും. ദയവില്ലാതെ ഇത്രയും പറഞ്ഞ് മാക്പൈ അതിന്റെ പാട്ടിന് പറന്നുപോയി. വേനലിലും ശരത്കാലത്തും കൊച്ചു ദേവദാരു പേടിയോടെയാണ് ജീവിച്ചത്. മഞ്ഞു വീഴാൻ തുടങ്ങിയപ്പോൾ അതിന് ഒട്ടും സമാധാനമില്ലാതായി. കാട്ടിലേക്ക് ഓടിപ്പോയി മറ്റു വലിയ മരങ്ങൾക്കിടയിൽ ഒളിക്കാൻ അതിന് കഴിയില്ലല്ലോ. ഡിസംബർ മാസത്തിൽ കനത്ത മഞ്ഞു പെയ്തു. വലിയ മരങ്ങളുടെ ശാഖകൾ പോലും മഞ്ഞു വീണ് കനം കൊണ്ട് കീഴ്പോട്ട് ചാഞ്ഞു കിടന്നു. കൊച്ചു ദേവദാരുവിന്റെയും അറ്റം വരെ മഞ്ഞിനാൽ മൂടപ്പെട്ടു. അത് നന്നായി, ആ കൊച്ചുമരം ആശ്വസിച്ചു. മഞ്ഞുകൊണ്ട് മൂടിയതിനാൽ എന്നെ ആരും കാണുകയില്ലല്ലോ. പിന്നെ വർഷത്തിന്റെ അവസാനം ഡിസംബർ 31-ാം തീയതിയും വന്നു ചേർന്നു. ഇന്നത്തെ ദിവസം കൂടി എങ്ങനെയെങ്കിലും കഴിഞ്ഞു കിട്ടിയാൽ മതി, എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. ദേവദാരു ഈ വിധം ചിന്തിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അതിന്റെ അടുത്തേക്ക് വന്നു. അയാൾ നേരെ അതിന്റെ അടുത്തു ചെന്ന് അതിന്റെ മുകൾ ഭാഗം പിടിച്ച് ശക്തിയായി കുലുക്കി. മഞ്ഞുപാളികൾ അതിന്റെ ചില്ലകളിൽ നിന്ന് താഴെ വീണു. ദേവദാരു അതിന്റെ പച്ചച്ച ചില്ലകളെല്ലാം വിടർത്തി ഒരു കൊച്ചു സുന്ദരിയെപ്പോലെ നിലകൊണ്ടു. നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് നന്നായി എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ തൃപ്തിയോടെ ചിരിച്ചു. ഇതുകേട്ട് കൊച്ചു ദേവദാരുവിന് ബോധം നഷ്ടപ്പെട്ടത് അയാൾ ശ്രദ്ധിച്ചില്ല. ബോധം തെളിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ആ കൊച്ചുമരത്തിന് മനസ്സിലായില്ല. എന്താശ്ചര്യം! അതപ്പോഴും അവിടെ ജീവനോടെ നിന്നിരുന്നു. അതിന്റെ ചില്ലകളിൽ പല നിറത്തിലുള്ള രസക്കൊടുക്കുകൾ അനവധി തൂക്കിയിട്ടിരുന്നു. അതിന്റെ അടിമുതൽ അറ്റം വരെ ചില്ലകളിലെല്ലാം വെള്ള നിറത്തിലുള്ള നൂലുകൾ ചുറ്റിയിരുന്നു. അതിന്റെ അറ്റം സ്വർണ്ണ നിറത്തിലുള്ള ഒരു വലിയ നക്ഷത്രം കൊണ്ട് അലങ്കരിച്ചിരുന്നു. അടുത്ത ദിവസം പുതുവർഷം ആരംഭിക്കുന്ന രാവിലെ 2 കുട്ടികൾ, ഒരു സഹോദരനും സഹോദരിയും, വനപാലകന്റെ വീട്ടിൽ നിന്ന് പുറത്തു വന്നു. അവർ മഞ്ഞിൽ തെന്നി നടക്കുന്നതിനുള്ള സ്കീ എന്ന ചെരുപ്പ് കാലിൽ ധരിച്ച് ദേവദാരുവിന്റെ അടുത്തേക്ക് ഓടി വന്നു. വനപാലകനും അവരെ അനുഗമിച്ചു. അയാൾ അവരുടെ അടുത്തെത്തിയപ്പോൾ ആ ആൺകുട്ടി പറഞ്ഞു, പപ്പ, ഈ കൊച്ചു ദേവദാരു മരത്തെ മുറിക്കാതെ നമ്മൾ അതിനെ പുതുവർഷ മരമായി അലങ്കരിച്ചത് എത്ര നന്നായി! നല്ല ആശയം തന്നെ ഇത്. എത്ര മനോഹരമായ കൊച്ചു മരമാണിത്. എല്ലാ പുതുവർഷവും നമ്മൾക്ക് ഈ മരത്തിനെ അലങ്കരിക്കാം. ഈ സംഭവിച്ചത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. ദയാശീലനും മരങ്ങളെ അത്യധികം സ്നേഹിച്ചിരുന്നവനുമായ ആ വനപാലകൻ മരിച്ച് എത്രയോ വർഷങ്ങളായി. അയാളുടെ മക്കൾ വലുതായി പട്ടണത്തിലേക്ക് താമസം മാറ്റിയിരുന്നു. പക്ഷേ പുതിയ വനപാലകന്റെ വീട്ടിന്റെ മുമ്പിലുള്ള തുറന്ന പ്രദേശത്ത് പൊക്കം കൂടിയ മെലിഞ്ഞ സുന്ദരിയായ ദേവദാരു മരം നിന്നിരുന്നു. ഓരോ പുതുവർഷത്തിന്റെ തലേദിവസം വരുമ്പോഴും ആ മരം തന്റെ കുട്ടിക്കാലത്തെ പറ്റി ഓർക്കുമായിരുന്നു. സെർഗേ മിഹൽക്കോഫ്, ശിശിരത്തിലെ ഓക്കുമരം. റഷ്യൻ കഥകൾ. വിവർത്തനം സി. തങ്കം. നമ്മളിപ്പോൾ കേട്ടത് ഒരു കൊച്ചു ദേവദാരു മരത്തിന്റെ ജീവിതകഥയാണ്. ജീവിതകഥ എന്ന് പറഞ്ഞാൽ അത് ഈ ദേവദാരു മരത്തിന്റെ കുട്ടിക്കാലത്തെ ചില ഓർമ്മകളാണ് ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. എന്തായിരുന്നു ആ ഓർമ്മ? ഈ കൊച്ചു ദേവദാരു മരം എവിടെയാ നിന്നിരുന്നത്? ഒരു വനപാലകന്റെ വീടിന് മുന്നിലാണ് ഇത് നിന്നിരുന്നത്. അപ്പോൾ ആ വനപാലകൻ മരങ്ങളെയൊക്കെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളായിരുന്നു. കൊച്ചു ദേവദാരു മരത്തിനെ കാണാൻ നല്ല സൗന്ദര്യമുണ്ടായിരുന്നു. കൊച്ചു ദേവദാരു മരം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ക്രിസ്മസ് ട്രീ ഇല്ലേ, അതിനെയാണ്. അപ്പോൾ അങ്ങനെ മനോഹരിയായിട്ടുള്ള ഒരു കൊച്ചു ദേവദാരു മരം. അതിനെ ആ കാട്ടിലുള്ള എല്ലാ മരങ്ങളും വളരെ വാത്സല്യത്തോടു കൂടി നോക്കുമായിരുന്നു. കാരണം എന്താണ്? അവരൊക്കെ വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരുപാട് പ്രായമുള്ള മുത്തശ്ശൻ മരങ്ങളും മുത്തശ്ശി മരങ്ങളും ഒക്കെയാണല്ലേ. ഈ കൊച്ചു ദേവദാരു മരമാണെങ്കിലോ അത് അതിൻ്റെ ശൈശവത്തിലാണ്, അല്ലെങ്കിൽ കുട്ടിക്കാലത്തിലാണ്. കാണാൻ നല്ല സുന്ദരിയുമാണ്. അപ്പോൾ എല്ലാവരും വാത്സല്യത്തോടു കൂടി ഈ മരത്തെ നോക്കുമായിരുന്നു.
ഒറ്റപ്പെട്ടാണ് നിന്നിരുന്നതെങ്കിലും അതിനെ കാണുന്നതിന് വേണ്ടിയിട്ട് കൊച്ചു കൊച്ചു പ്രാണികളും ചെറിയ കുഞ്ഞു കുഞ്ഞു ജീവികളുമൊക്കെ അതിൻ്റെ അടുത്ത് വരുമായിരുന്നു. എലികളും മുയലുകളും പക്ഷികളുമൊക്കെ വന്ന് അതിനോട് കൂട്ടുകൂടി ചങ്ങാത്തം കൂടി അവിടെയൊക്കെ നടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ മരം ഒരിക്കലും ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് അതിനെ അന്വേഷിച്ച് മാക്പൈ എന്ന് പറയുന്ന ഒരു പക്ഷി വരുന്നത്. മാക്പൈ സാമാന്യം വലിയ ഒരു പക്ഷിയാണ്. നിങ്ങൾക്ക് പാഠഭാഗത്തോടൊപ്പം മാക്പൈയുടെ ഒരു ചിത്രം കാണാം. ഒരു ചെറിയ വൃക്ഷത്തൈയിൽ അത്രയും വലിയ ഒരു പക്ഷി വന്നിരുന്നാൽ അതിനെന്തുണ്ടാകും? അതിന് ബുദ്ധിമുട്ടുണ്ടാകും അല്ലേ? അതിൻ്റെ ചില്ലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയൊക്കെ ചെയ്യും. അങ്ങനെ ഈ മാക്പൈ പറന്നു വന്ന് പാവം പിടിച്ച നമ്മുടെ ഈ കൊച്ചു ദേവദാരുവിൻ്റെ ചില്ലയിൽ വന്നിരുന്നു. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ കൊച്ചു ദേവദാരു അതിനോട് അയ്യോ ഇങ്ങനെ ചെയ്യരുത്, എൻ്റെ ചില്ലകൾ വളരെ ലോലമാണ്, ഒടിഞ്ഞു പോകും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും മാക്പൈക്ക് താൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നില്ല. മാക്പൈ എന്താ പറയുന്നത്? ഇതിവിടെ നിന്നാൽ എന്താ, നിന്നില്ലെങ്കിൽ എന്താ? നിന്റെ ചില്ലകൾ എന്തിനു വേണ്ടിയുള്ളതാണ്? ക്രിസ്മസ് ആവുമ്പോൾ നിന്നെ ആൾക്കാർ വന്ന്, അല്ലെങ്കിൽ പുതുവർഷം വരുമ്പോൾ ആൾക്കാർ വന്ന് നിന്നെ മുറിച്ചു കൊണ്ടുപോയി അവരുടെ വീടുകളിൽ അലങ്കരിക്കാൻ വേണ്ടി വെക്കും. അത്രയേ ഉള്ളൂ നിന്റെ ആയുസ് എന്നൊക്കെ പറഞ്ഞ് ആ പാവം ചെടിയുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ട് മാക്പൈ അതിൻ്റെ പാട്ടിന് പോകും. ദേവദാരു ആണെങ്കിലോ പിന്നെ വരുന്ന ക്രിസ്മസും പുതുവർഷവും ഒക്കെ ഭയന്ന് ആരെങ്കിലും തന്നെ വന്ന് മുറിച്ചുകൊണ്ട് പോകും എന്ന് പേടിച്ച് ദിവസങ്ങൾ തള്ളി നീക്കി. അങ്ങനെ മഞ്ഞും മഴയും വെയിലും എല്ലാം കടന്നുപോയി. ക്രിസ്മസ് കഴിഞ്ഞു. എന്നിട്ടും ആരും വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ദേവദാരു കുറച്ചൊക്കെ ഒന്ന് സന്തോഷിച്ചു. പക്ഷേ വർഷം അവസാനിക്കുന്നത് എപ്പോഴാണ്? ഡിസംബർ 31 അല്ലേ? ഡിസംബർ 31 ഒരാൾ മരത്തിൻ്റെ അടുത്തേക്ക് വന്നു. അതാരായിരുന്നു? നമ്മുടെ വനപാലകനായിരുന്നു. അദ്ദേഹം വന്നിട്ട് മുഴുവനും മഞ്ഞുമൂടി നിന്നിരുന്ന ഈ ചെടിയെ കുടഞ്ഞ് അതിൻ്റെ മഞ്ഞെല്ലാം തട്ടിക്കളഞ്ഞ് ഒരു സുന്ദരിയായിട്ട് ഇങ്ങനെ കണ്ടു. അപ്പോൾ മരം എന്ത് ചെയ്തു? മാക്പൈ പറഞ്ഞ വാക്കുകൾ ഓർത്തു. അതാ എന്നെ മുറിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ആൾ വന്നിരിക്കുന്നു എന്ന് കരുതി അത് ഭയങ്കരമായി പേടിച്ച് ബോധം കെട്ടുപോയി. ഉറക്കമുണർന്നപ്പോഴോ അതിനെ ആരും ഒന്നും ചെയ്തിരുന്നില്ല. എന്താണ് സംഭവിച്ചത്? വനപാലകനും അദ്ദേഹത്തിൻ്റെ മക്കളും കൂടി മരത്തെ മുറിക്കരുത് എന്ന് വെച്ചിട്ട് ആ മരത്തെ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് അവിടെ നിർത്തി അതിനെ സുന്ദരിയായിട്ട് അലങ്കരിച്ചു. എന്നിട്ട് അവർ തന്നെ ഒരു പ്രതിജ്ഞ എടുത്തു. എല്ലാ വർഷവും പുതുവർഷം വരുമ്പോൾ പുതുവർഷ മരമായിട്ട് നമുക്ക് ഈ വൃക്ഷത്തെ അലങ്കരിക്കാം എന്നുള്ള ഒരു ഉടമ്പടിയിൽ അവർ എത്തിച്ചേരുന്നുണ്ട്. വർഷങ്ങൾ കടന്നുപോയി. ആ വനപാലകൻ അവിടെ നിന്ന് പോയി. മക്കളൊക്കെ വളർന്ന് വലുതായി. അവരും പട്ടണത്തിലേക്ക് താമസം മാറി. പക്ഷേ അപ്പോഴും ആരവിടെ തന്നെ നിന്നു? നമ്മുടെ കൊച്ചു ദേവദാരു അവിടെ നിന്നു. വീണ്ടും വീണ്ടും പുതിയ പുതിയ വനപാലകന്മാർ അവിടേക്ക് വന്നുകൊണ്ടിരുന്നു. എന്നിട്ടും നമ്മുടെ ദേവദാരുവിന് ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ കുട്ടിക്കാലത്ത് അതിനെ ഭയപ്പെടുത്തിയ ഒരു ഓർമ്മ ഈ ദേവദാരു ഓർത്തെടുത്ത് പറയുന്നതാണ്. എല്ലാവർക്കും കഥ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. നമുക്കിനി പാഠഭാഗ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഭാഗമായ ചില ചോദ്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാമുള്ള മാതൃകാ ഉത്തരങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂട്ടുകാർ അത് കാണുകയും എഴുതിയെടുത്ത് കൃത്യമായി പഠിക്കുകയും ചെയ്യുക. ഈ ഉത്തരമാതൃകകളെ മുൻനിർത്തി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഉത്തരങ്ങളും രൂപീകരിക്കാവുന്നതാണ്.